തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട 6 മണിവരെയുള്ള പോളിംഗിന്റെ കണക്കാണ് 73.6%. 2% വരെ പോളിംഗ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. 81.4%-ഓടെ വടകര ഒന്നാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തവണ ഒന്നാമതെത്തിയ കണ്ണൂർ മണ്ഡലം രണ്ടാം സ്ഥാനത്തായി. RSPയുടെ മുന്നണി മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന കൊല്ലത്ത് 4% വോട്ട് വർദ്ധിച്ചപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ചർച്ചയായ ഇടുക്കിയിൽ 3% വോട്ട് കുറഞ്ഞു. MA ബേബിയും NK പ്രേമേന്ദ്രനും തമ്മിലുള്ള മത്സരം വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രതീക്ഷിച്ചത്ര വോട്ട് മാറ്റമുണ്ടാക്കിയില്ലെന്നാണ് വിലയിരുത്തൽ. ശക്തമായ മത്സരം നടന്ന മറ്റൊരു മണ്ഡലമായ കോഴിക്കോട്ട് 4% വർധനയുണ്ടായി. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളായ മലപ്പുറത്ത് 4%, പൊന്നാനിയിൽ 3% പോളിംഗ് കുറഞ്ഞു. അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള അതൃപ്തി മലപ്പുറത്ത് വോട്ട് കുറച്ചപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്യാതിരുന്നതാവാം പൊന്നാനിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുക. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, ചാലക്കുടി, കാസർഗോഡ് എന്നിവയാണ് പോളിംഗ് വർദ്ധിച്ച മണ്ഡലങ്ങൾ. ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്തെ വോട്ടിംഗ് വർദ്ധിപ്പിച്ചത്. കോട്ടയം, ആലപ്പുഴ, വയനാട് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം കുറഞ്ഞു. ആം ആദ്മി, വെൽഫെയർ പാർട്ടി, SDPI, ഇടതുപക്ഷ ഐക്യമുന്നണി തുടങ്ങിയ പാർട്ടികളുടെ സജീവ സാന്നിധ്യം പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിക്കാൻ കാരണമായതായും കരുതുന്നു. മീഡിയ 1 തിരുവനന്തപുരം.